ചെയ്യുന്നതാ. ഇവരിങ്ങനെ ചെയ്യാ. നിങ്ങളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാ. ഇത് നിങ്ങൾ കൊടുത്ത ഡൊണേഷന് വേണ്ടി. ഞാൻ എത്ര പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്നു, പക്ഷെ ഈ പിറന്നാൾ എനിക്കൊരിക്കലും മറക്കാനാവില്ല. വീട്ടിലേക്ക് വാ മോനെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇയാള് വരച്ചതാ? ചന്ദ്രൻ. ഓ, ചന്ദ്രൻ. ഈ നിലാവ് കാണുമ്പോ എന്റെ അമ്മ പണ്ട് പറഞ്ഞൊരു കഥ ഓർമ്മ വരുന്നു. കഥ, സ്റ്റോറി, കഥ. നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലും ഒരുപാട് മിസ് ചെയ്യുമ്പോൾ അവരെ ഓർത്ത് നമ്മൾ ചന്ദ്രനെ നോക്കിയാൽ അവിടെ അവരുടെ മുഖം തെളിയുമെന്ന് പറയാറുണ്ട്. എനിക്കെൻ്റെ മുത്തശ്ശി ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശിയെ ഞാൻ മിസ് ചെയ്യുമ്പോഴെല്ലാം ചന്ദ്രനെ നോക്കാറുണ്ട്. അവിടെ ഞാൻ മുത്തശ്ശിയെ കാണുന്നുണ്ടെങ്കിൽ അതെൻ്റെ മുത്തശ്ശിനെ ആയിരിക്കും. ഇയാളുടെ അമ്മ കഥകളൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? ഇയാൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ആരെയും മിസ് ചെയ്യുന്നില്ലേ? സോപ്പ് ഇയാളുണ്ടാക്കിയതാ? വാവ്. എനിക്കോ ഗിഫ്റ്റ്? താങ്ക് യു. ആളെത്തിയോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോ ഫസ്റ്റ് ലെസൺ പഠിപ്പിക്കാൻ പോവാണ്. ഇത് കീബോർഡ് അല്ലേ? അതെ. കീബോർഡ് ഡൈനിങ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ? എന്റെ ചക്കര കുട്ടൻ എയർ റഹ്മാൻ ആയില്ലേ? ഞാൻ ആദ്യം പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ഓരോന്നായി മോനെ എടുത്ത് തിന്നു. നോക്ക് മോനെ, കൈ ഇങ്ങനെ വെച്ചിട്ട് സി ഡി ഇ എഫ് ജി എ ബി സി. അയ്യോ, എന്തൊരു ബുദ്ധിയാടാ നിനക്ക്. സോറി, എനിക്കാ തെറ്റ് പറ്റിയത്. ഓക്കെ? ഒന്ന് ശരിയായിട്ട് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് തെറ്റായിട്ട് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോ ശരിയായിക്കളും. മോൻ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ്. ഞാനിപ്പോ വരാം കേട്ടോ. ഓ എടാ അവന, നിനക്കെന്ത് പറ്റി? വയലിനുള്ളിൽ സംഗീതമുണ്ട്, പക്ഷെ വയലിൻ സംഗീതമല്ല. നിന്നേക്കാൾ ഭേദാ തടിയന. അതല്ല വിജയ്, അർച്ചന ഇതുപോലല്ലേ? എന്താ വിജയ്? അല്ല, എന്റെ ചോദ്യം അർച്ചനയുടെ ചോദ്യം പോലെ കേൾക്കാതിരുന്ന മതിയായിരുന്നു ഞാൻ ഓർക്കുമായിരുന്നു. കറക്റ്റ്, ഞാനും അത് ആലോചിച്ചത്. അവളുടെ ലോകം എങ്ങനെയാണെന്ന് അറിയണം വിജയ്. അതിന് നീ ഒരു കാര്യം, മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണാത്തോണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഗാന്ധാരി കണ്ണ് കെട്ടിക്കൊണ്ട് കൂടെ പോയി. അതുപോലെ നീ ചെവി പൊത്തിക്കൊണ്ട്. ഐഡിയടാ. എടാ, എന്താടാ നീ എങ്ങനെയായത്? വിജയ്,
പ്ലീസ് വിജയ്. നീ കേട്ടോ, ഇപ്പൊ തന്നെ 2 റോള് പഞ്ഞിയാ ചെവിക്കകത്ത് കുത്തി കയറ്റിയത്. ഇത് പോരെങ്കിൽ സിമന്റ് ഇട്ടടക്കണം. ആ ഓ, കേൾക്കുന്നില്ല അല്ലേ? അതാണ്. ഓക്കെ ഓക്കെ. ഞാൻ പോകുന്നു വിജയ്. നിന്നോട് എനിക്ക് അഭിമാനം തോന്നടാ. ആ അത് വേണ്ട, നീ ഇവിടെ ഇരുന്നാ മതി. ഇവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ, എന്ത് ചെയ്യാനാ? ഇങ്ങനെയൊക്കെ കാണിച്ചാലേ അവളെ കിട്ടുമെന്ന് ഒരിക്കലും നീ പ്രതീക്ഷിക്കണ്ട. എടാ, നീ മുകളിലേക്ക് നോക്കി വിമാനം കാണുന്നവനാ, ഞങ്ങളെ വിമാനത്തിൽ പറക്കുന്നവരാ. മര്യാദക്ക് ഇരുന്നാ നിനക്ക് നല്ലത്, ഇല്ലെങ്കിലേ നീ ജീവനോടെ ഉണ്ടാവില്ല. ഓ, ആ സ്ത്രീയുടെ ശബ്ദം കേട്ടില്ലേ? ഡയറക്ടർ ഡബ് ചെയ്ത പോലെ ഉണ്ടല്ലേ? ഡാ, എന്ത് പറ്റിയാടാ നിനക്ക്? അല്ല വിജയ്, അർച്ചനയ്ക്ക് ശബ്ദം കിട്ടി എങ്ങനെ ഇരിക്കും? ആർക്കറിയാം, ഇപ്പൊ കേട്ട ശബ്ദം പോലെ ഇരുന്നാലും മതി. ചച്ചേ, ലതാ മങ്കേഷ്കറിന്റെ ശബ്ദമായിരിക്കും. ലതാ മങ്കേഷ്കർ സംസാരിക്കുന്ന നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. നന്നായി സംസാരിക്കുന്നവർ പാടുമ്പോൾ ചിലപ്പോൾ അവരുടെ ശബ്ദം ഇങ്ങനെയായിരിക്കും. കേട്ടിട്ടില്ലേ? ഛേ, അർച്ചനയുടെ ശബ്ദം എന്തായാലും നല്ലതായിരിക്കും. നീ അങ്ങനെ വിചാരിച്ചോ? എനിക്ക് ഇത്രയും നല്ലത് തോന്നിയിട്ടില്ല വിജയ്. എന്തുവാടാ? അല്ല വിജയ്, നീ ഒന്ന് ആലോചിച്ച് നോക്കി. അർച്ചന എന്നോട് ആംഗ്യത്തിൽ സംസാരിക്കുമ്പോൾ ഞാനൊരു ശബ്ദം സങ്കല്പിച്ച് എങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ല. അവൾ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു സുന്ദരമായ ശബ്ദം എനിക്ക് മാത്രം കേൾക്കാൻ പറ്റിയാൽ? ഡബ്ബിംഗ് പടം കാണുന്ന പോലെ ഇരിക്കല്ലേ? നിന്നോട് പറയാൻ വന്ന എന്നെ വേണം പറയാൻ. നീ എവിടെ പോവാ? ഞാൻ ഉടൻ തന്നെ പോകുന്നു. അർച്ചനയുടെ ശബ്ദം കേൾക്കുന്നു. അവൾക്കൊരു ശബ്ദമുണ്ട്, അത് മനോഹരമായ ശബ്ദമുണ്ടെന്ന് പറഞ്ഞാൽ അവൾ സന്തോഷിക്കും. നീ ഇവിടെ ഞെക്കി പിടിച്ചോണ്ടിരുന്നോ, ഞാൻ പോയിട്ട് വരാം. 1500 ശബ്ദമെങ്കിലും കേരളത്തിലുള്ളവർ കേട്ട് കഴിഞ്ഞു. അപ്പോൾ അവൻ വേറെ ശബ്ദം അന്വേഷിച്ചു പോകുന്നു.